എത്ര ആളുകൾ എന്നറിയാമോ ഖുതുബകളായി കഴിഞ്ഞ് ക്ലാസുകൾ കഴിഞ്ഞ് ഫോണിലൂടെ വിളിച്ച് സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. എന്തെന്നറിയോ? ഓഫീസിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഓഫീസും 2-3 ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകുന്ന ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള യുവാക്കൾ. പക്ഷെ ആൾക്കാർക്കടിയിൽ നിന്ന് ഫോൺ വന്നാലേ അതുവരെ അയാൾ ചിരിച്ച മുഖം മാറി ഫോൺ എടുത്തിട്ട് ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകും, ബാത്റൂമിന്റെ ഉള്ളിൽ പോകും, റൂമിന്റെ ഉള്ളിൽ പോകും, എന്നിട്ട് വാതിൽ കുറ്റിട്ട് സംസാരിക്കും. എന്തേ ഫോൺ ഇവിടുന്ന് എടുത്താൽ അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ? ഫോണിലെങ്ങാനും സംസാരിക്കുന്നതിൽ ഇവിടുന്ന് ആരെങ്കിലും ചിരിച്ചാൽ അതൊരു സ്ത്രീയുടെ, ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചിരി ആ ഫോണിലൂടെ കേട്ടാൽ അന്നിന്റെ വീട്ടിൽ കച്ചറയാണ്, ഭക്ഷണം പോലും ഉണ്ടാക്കൂല. നിങ്ങൾക്ക് ചിരിയും കളിയൊക്കെ അവിടെ ഉള്ളൂലേ, ഇവിടെ നിങ്ങൾക്ക് ചിരിക്കാൻ വയ്യാലേ, നിങ്ങൾക്ക് ഞാൻ മുമ്പേ കണ്ടിക്കണ ഇങ്ങനത്തെ ഒരു സ്വഭാവം. നിങ്ങളിപ്പോ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും സൈഡ് സീറ്റിൽ ഇരിക്കണ ഇതിനാണില്ലേ? മൗലവി മനസ്സ് മടുത്തുക്കണ്. അവര് ചോദിക്കണ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാ സന്തോഷിക്കാൻ കഴിയാത്തതെന്നാണ്. വീട്ടിക്ക് കയറി ചെല്ലുമ്പം വാതിലൊരു 10 വട്ടം കുറ്റിയിട്ട വാതിൽ തട്ടിയാലേ തുറക്കുള്ളൂ. സംശയത്തിന്റെ പേരിലാണ്. എങ്ങനെയാ സന്തോഷിക്കുക? സഹോദരങ്ങളെ, ഇത് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബം ഇത് അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞ 2 പേർക്കും നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, തൗഹീദുണ്ട്. പക്ഷേ പടച്ചോൻ പറഞ്ഞ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ദീനിയായി ജീവിക്കാത്ത പലരുടെയും വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഇന്നും നരകിച്ച് ജീവിക്കാൻ. അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ വാക്കുണ്ട്. ഇത് മുഅ്മിനീങ്ങളോട് പറയട്ടോ. സംശയം മനസ്സിൽ സ്വന്തം ഇണയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ അവർ ദീന് കേൾക്കണമല്ലോ. അതാണ് മിമ്പറമെന്ന് പറയേണ്ടത്. പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും വാക്ക്. ഈയാക്കും, നമ്മൾ സൂക്ഷിക്കണം. അല്ല അങ്ങനെ ഒരു വാചകം പറയുമ്പോ എത്ര ഗൗരവം ഉണ്ടാവും. ഈയാക്കും എന്നറിയോ? സൂക്ഷിക്കണം എന്നാണ്, കരുതിയിരിക്കണം. വവ്വന്ന, ആളുകൾ പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഊഹങ്ങളെ, കേട്ടുകേൾവികളെ, നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകളെ ശരിക്ക് സൂക്ഷിക്കണം. ലോകത്തെ ഏറ്റവും വലിയ കളവ്, ലോകത്തെ ഏറ്റവും വലിയ സംസാരങ്ങളിൽ ഏറ്റവും വലിയ കളവ് ഊഹം വെച്ചുകൊണ്ട് സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ്. സഹോദരങ്ങൾ, നിങ്ങൾക്ക് അറിയോ, നമ്മുടെ മനസ്സിലേക്ക് ശൈത്താൻ ഒരു ചെറിയ പുൽനാമ്പ് പോലെ ഇട്ടരുള്ളൂ. പുൽനാമ്പ് പോലെ. പഴയ പോലെ സ്നേഹമില്ലേ, അതെത്ര വരിയുള്ളത്? പഴയ പോലെ സ്നേഹമില്ലേ എന്നത് ഒരു പേജിൽ എഴുതിയാൽ 1/2 വരിയുള്ളത്. ആ 1/2 വരിമ്മ ശൈത്താൻ ഇങ്ങനെ സാധാരണ നമ്മൾ കത്തിക്കുന്നത് പോലെ, ഉമിയിൽ കത്തിക്കുന്നത് പോലെ അവിടെ നിന്ന് കത്തിച്ച് അവസാനം അത് കാട് കത്തുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ ഇല്ലാതെയാക്കും. ഇത് ശ്രദ്ധിക്കണം നമ്മൾ ശരിക്ക്. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും ഇങ്ങനെ, നമുക്കിടയിൽ ശൈത്താൻ ഉണ്ടാക്കും. സംശയം മനസ്സിക്ക് വന്നാൽ പിന്നെ ശൈത്താൻ എന്താ ചെയ്യാറിയോ?